എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. മറുനാടൻ സ്പെഷ്യലിലേക്ക് സ്വാഗതം. ഇന്റർവ്യൂ റൂമിലേക്ക്. ജഗത് ജയപ്രകാശാണ് കൂടെ ഉള്ളത്. ജഗത്, നമസ്കാരം. നമസ്കാരം. തുടക്കം മുതൽ തന്നെ ട്രംപിനെയും മസ്കിനെയും അവരുടെ ഡിപ്പാർട്ട്മെന്റിനെയും ഒക്കെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരുന്ന, അല്ലെങ്കിൽ അതൊരു വിപ്ലവകരമായ തീരുമാനമാണെന്നൊക്കെ അഭിപ്രായപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ കൂടിയാണ് എനിക്ക് ജഗത്തിനോട് സംസാരിക്കാനുള്ളത്. ജഗത്ത്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ മസ്കും ട്രംപും തമ്മിൽ? ട്രംപിനെ ഇംപീച്ച് ചെയ്യണമെന്ന് മസ്ക് പറയുന്നു, മസ്കിൽ താൻ നിരാശനാണെന്ന് ട്രംപ് പറയുന്നു, പരസ്പരം നന്ദി കെട്ടവനാണെന്നും കച്ചവട തന്ത്രമാണെന്നും പറഞ്ഞിട്ടുള്ളൊരു രണ്ടുപേർ പിണങ്ങി കഴിയുമ്പോൾ പോകുന്ന ഏറ്റവും എക്സ്ട്രീം മോശമായ രീതിയിലേക്കാണ് ഇപ്പൊ പോകുന്നത്. എന്റെ ആദ്യ ചോദ്യം, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളതാണ്. ഈ ട്രംപും മസ്കും തമ്മിലുള്ള ഇപ്പോഴത്തെ ഈ പൊളിറ്റിക്കൽ ഫ്യൂഡ് സത്യം പറഞ്ഞാൽ കൺസർവേറ്റീവ് പക്ഷത്തുള്ള എല്ലാവർക്കും, അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പക്ഷത്തുള്ള എല്ലാവർക്കും ഇപ്പോൾ ഒരു ഷോക്ക് പോലാണ് ശരിക്കും ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്കും സത്യം പറഞ്ഞാൽ കുറച്ച് ആദ്യമേ ഈ ട്വീറ്റുകളും മറ്റും ഡീറ്റെയിൽസും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഒരു കണക്ട് ആവാൻ പറ്റിയില്ല ഇഷ്യൂ ആയിട്ട്. പിന്നീട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ വിശദമായിട്ട് പഠിച്ചപ്പോഴാണ് ഇതിന്റെ പിന്നിൽ കുറച്ച് ബിസിനസ് താല്പര്യങ്ങളും പിന്നെ കുറച്ച് വ്യക്തി താല്പര്യങ്ങളും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൊളിറ്റിക്സില് സിനിമയിലും ഒന്നും സ്ഥിരമായിട്ട് ഫ്രണ്ട്സും സ്ഥിരമായിട്ട് ശത്രുക്കളും ഒന്നുമില്ല. ഇന്നത്തെ ശത്രു നാളത്തെ മിത്രമാവാം എന്നുള്ള ഒരു ചരിത്രം അങ്ങനെയാണ് നമ്മളെ കാണിക്കുന്നത്. കുറച്ചുനാള് ഫ്രണ്ട്സ് ആയിട്ടിരിക്കും, കുറച്ചുനാൾ അതിനുശേഷം ശത്രുക്കളാവും. ഇവിടെയൊക്കെ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റുകളും ബിസിനസ് ഇൻട്രസ്റ്റുകളും മാത്രമേ ഉള്ളൂ ഇങ്ങനത്തുള്ള എല്ലാ റിലേഷൻഷിപ്പുകളിലും. അപ്പൊ നമ്മളെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ട്രംപും മസ്കുമായിട്ട് ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ പുറത്ത് ഫോർജ് ചെയ്യപ്പെട്ട ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. ഇലക്ഷന്റെ കാലഘട്ടത്തിൽ ഒരു ഇലക്ഷൻ നടക്കുന്നതിന് ഒരു 6 മാസം മുന്നെയാണ് എലോൺ മസ്ക് ട്രംപിന് പരസ്യമായിട്ടുള്ള പിന്തുണയുമായിട്ട് അദ്ദേഹം വരുന്നതും പിന്നെ റിപ്പബ്ലിക്കന്റെ റാലികളിൽ അദ്ദേഹം ട്രംപിന് വേണ്ടി ഒരു പോസ്റ്റർ ബോയിയെ പോലെ തന്നെ അദ്ദേഹം പങ്കെടുക്കുകയും പിന്നീട് അദ്ദേഹത്തിന് വേണ്ടിയിട്ടും നല്ല രീതിയിൽ പ്രചരണം നടത്തുകയും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് വലിയൊരു എമൗണ്ട് അദ്ദേഹം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ മസ്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പൊ ഞാൻ അണ്ടർമൈൻ ചെയ്യുന്നില്ല, ട്രംപും അണ്ടർമൈൻ ചെയ്തിട്ടില്ല. അപ്പൊ ട്രംപ് എന്താ സ്റ്റേറ്റ്മെന്റ് ആണോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ദൗർഭാഗ്യകരമായി പോയി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച മുന്നേ ട്രംപ് മസ്കിനെ വൈറ്റ് ഹൗസിൽ വിളിച്ച ശേഷം അദ്ദേഹത്തിന്റെ സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പുരസ്കാരം കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ഗോൾഡൻ കീ കൊടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്, മസ്കിന്. അപ്പൊ ആ മസ്ക് അത് കൊടുക്കുന്ന വേളയിൽ അദ്ദേഹം വളരെ പ്രസന്നവദനായിരുന്നു. പക്ഷേ അന്ന് എലോൺ മസ്കിന്റെ ബോഡി ലാംഗ്വേജ് നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു അസ്വസ്ഥനെ പോലെയാണ് നമുക്കന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനെപ്പറ്റി സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കുറച്ച് വിമർശനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇലോൺ മസ്കിന് എന്തോ അസ്വസ്ഥതയുണ്ട്, അദ്ദേഹം പൂർണ്ണമായിട്ടും തൃപ്തനല്ല എന്നുള്ള ഒരു വാർത്ത അന്ന് പരന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ തുടർന്ന് കുറച്ച് സ്പെക്യുലേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് അതിന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോഴത്തുള്ള പെട്ടെന്നൊരു പബ്ലിക് ഫ്യൂഡ് ഇത് പൊട്ടിപ്പുറപ്പെട്ടത്. പബ്ലിക് ഫ്യൂഡ് പൊട്ടിപ്പുറപ്പെട്ടതിന്റെ ബേസ് ആയിട്ടുള്ള കാരണം വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ടാക്സ് കട്ട് ആൻഡ് റിഫോർമേഷൻ ആക്ട് ട്രംപ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ആക്ടിനെ നിശിതമായിട്ടുള്ള രീതിയിലാണ് മസ്ക് വിമർശിച്ചത്. അപ്പൊ ആ ആക്ടിനകത്ത് എന്താണോ ഇലോൺ മസ്കിനെ ചൊടിപ്പിച്ചതെന്നുള്ളത് ആക്ടിന്റെ വിശദീകരണത്തിലോട്ട് നമ്മൾ പോയാൽ മാത്രമേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. അതിനുശേഷമാണ് ഇന്നലെ നമ്മൾ കണ്ട ശേഷമുള്ള സീരീസ് ഓഫ് ട്വീറ്റ്സ് നമ്മൾ കാണുന്നത്. അതിനുശേഷം മസ്ക് പബ്ലിക് പ്രഷർ കോൺഗ്രസിന്റെ പുറത്ത്, അതായത് ആ ബില്ല് എങ്ങനെയെങ്കിലും പാസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് പബ്ലിക് പ്രഷർ അദ്ദേഹം വരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ്, ഒരു പബ്ലിക് ഡിസ്കോഴ്സിലോട്ട് ഈ ബില്ല് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ തുറന്ന വിമർശനങ്ങൾ എക്സിലൂടെ നടത്തിയെന്ന് വേണം നമുക്കിപ്പം അനുമാനിക്കാൻ. ട്രംപ് ഇതിനെപ്പറ്റി സൂചിപ്പിച്ചതെന്ന് വെച്ചാൽ ഇറ്റ് വാസ് എ ഡീപ് ഡിസപ്പോയിന്റ്മെന്റ് എന്നാണ് അദ്ദേഹം ട്രംപ് സൂചിപ്പിച്ചിട്ടത്. ഐ ഫീൽ ക്വൈറ്റ് ലെറ്റ് ഡൗൺ ബിക്കോസ് ഇലോൺ വാസ് അവെയർ ഓഫ് ദ ഡീറ്റെയിൽസ് ഓഫ് ദിസ് ബിൽ. അതായത് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം ഇലോൺ മസ്ക് പറയുന്നത് വെച്ചാൽ ആ ബില്ലിനെ പറ്റി എനിക്കൊന്നും അറിയില്ല, ഞാനത് കണ്ടിട്ടില്ല, അതിനകത്ത് എന്താണ് പറഞ്ഞേക്കുന്നത് എനിക്കറിയത്തില്ല. ബട്ട് ട്രംപ് പറയുന്നത് വെച്ചാൽ അദ്ദേഹം കഴിഞ്ഞ 6 മാസമായിട്ട് എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, ഞാനിവിടെ എന്റെ ഓഫീസിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ബില്ലിനെ പറ്റി അദ്ദേഹം ബോധവാനായിരുന്നു എന്നാണ് ട്രംപും പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ആരുടെ ഭാഗത്താണ് എന്താണ് സംഭവിച്ചതെന്നുള്ളതിന് ഇപ്പോഴും ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല ഈ ഒരു സീരീസ് ഓഫ് ട്വീറ്റ്സിന് ശേഷവും. പിന്നെ ട്രംപ് സൂചിപ്പിച്ചെന്ന് വെച്ചാൽ ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിനകത്ത് EV മാൻഡേറ്റ് എടുത്ത് കളയും എന്നുള്ള ഒരു സൂചന വന്നിട്ടുണ്ട്. അതായിരിക്കണം
മസ്കിന് ചൊടിപ്പിച്ച ഒരു പ്രധാന ഫാക്ടർ എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം 2030 ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ, അതായത് പെട്രോൾ എഞ്ചിനിൽ ഓടുന്ന വണ്ടികളെല്ലാം ഫേസ്ഡ് ഔട്ട് ചെയ്ത ശേഷം 50% എങ്കിലും മിനിമം US-ലുള്ള വണ്ടികളെല്ലാം ഇലക്ട്രിക് ആക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ലിബറൽസുകൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ആ ഒരു ലക്ഷ്യത്തെ ഇപ്പോൾ ട്രംപ് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ആ EV മാൻഡേറ്റ് റോൾ ബാക്ക് ചെയ്ത ശേഷം ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻസിന് കൂടുതൽ ഒരു മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെന്നാണ് മസ്കിന്റെ ഒരു വാദഗതി. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മസ്കിന്റെ ബിസിനസ് ഇൻട്രസ്റ്റിനെ മൊത്തത്തിൽ ഹനിക്കുന്ന ഒരു നീക്കമാണ് ട്രംപ് നടത്തിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു പബ്ലിക് ഫ്യൂഡ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെളിവാരിയേറിയൽ ഇപ്പം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. പ്യുവർ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്, അല്ലാതെ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് അല്ല. പൊളിറ്റിക്സ് മാത്രമല്ല, പൊളിറ്റിക്സിന്റെ മേളിൽ നമുക്ക് ഒരു അണ്ടർലൈങ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഇൻട്രസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നമ്മളിപ്പോ ആ ബില്ലിലേക്ക് നമ്മൾ കൂടുതൽ വിശദമായിട്ട് പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ EV എന്നുള്ളത് ഒരു വലിയ വിഷയം തന്നെയാണ് ഇപ്പോഴത്തെ ഒരു ഗ്ലോബൽ മൊത്തത്തിലുള്ള ഒരു ബിസിനസ് സിനാരിയോയിൽ. കാരണം ഇത് രണ്ട് ടെക്നോളജിയാണ്. കാണുമ്പോൾ ഇത് കാറ് പോലെ ഇരിക്കുന്നെങ്കിലും EV എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ ഓൺ വീൽസ്. അതായത് ബേസിക്കലി ടെസ്ലയ്ക്ക് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്താന്ന് വെച്ചാൽ, ടെസ്ല ആദ്യം നല്ല രീതിയിൽ ഒരു കമ്പ്യൂട്ടറിന്റെ സോഴ്സ് കോഡ് ഉണ്ടാക്കിയ ശേഷം അതിനകത്തേക്ക് ഒരു കാർ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ് ടെസ്ല ചെയ്തത്. അതുകൊണ്ട് അവരുടെ കാറിന്റെ ക്വാളിറ്റി, സോഫ്റ്റ്വെയർ വൈസ് ക്വാളിറ്റി ഈസ് മച്ച് സുപ്പീരിയർ ദാൻ അതർ ICE മാനുഫാക്ചറേഴ്സ് കാർ. ഇലക്ട്രിക് കാറുകളും ഇപ്പം മറ്റുള്ള കമ്പനികൾ ഉണ്ടാക്കുന്ന, അതായത് ലെഗസി മാനുഫാക്ചേഴ്സ് ഉണ്ടാക്കുന്ന കാറുകളെ കാട്ടി മച്ച് മോർ സുപ്പീരിയർ ആണ് സോഫ്റ്റ്വെയർ സെൻസിൽ ടെസ്ലയുടെ കാറുകൾ. അതുകൊണ്ടാണ് അവർക്ക് ഈ ഗ്ലോബൽ മാർക്കറ്റിൽ ഇത്രയും പെട്ടെന്ന് EV റേസിൽ നമ്പർ 1 ആവാൻ പറ്റിയത്. ഉദാഹരണത്തിന് പല കമ്പനികളും, നോർത്ത് അമേരിക്കൻ കമ്പനി എസ്പെഷ്യലി ഷെവർലെ, ഫോർഡ് തുടങ്ങിയ കമ്പനികളെല്ലാം ശരിക്കും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു EV ഉണ്ടാക്കാൻ വേണ്ടി. ബട്ട് അവരെല്ലാം ചെയ്തിരുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മോഡൽസിനെ അവരൊന്ന് റീവാമ്പ് ചെയ്ത ശേഷം അതിനകത്തോട്ട് ഒരു ഇലക്ട്രിക് മോട്ടോർ ഘടിപ്പിച്ചിട്ട് അതിനെ ഓടിക്കാനാണ് അവർ ശ്രമിച്ചത്. ഇപ്പൊ നമ്മളിപ്പോ ഇന്ത്യയിലുള്ള ഇലക്ട്രിക് വെഹിക്കിൾസ് നോക്കിക്കഴിഞ്ഞാൽ ടാറ്റ നെക്സോൺ EV, അതായത് ഓൾറെഡി ടാറ്റയുടെ ഒരു ICE എഞ്ചിൻ ഉണ്ടായിരുന്നു, പെട്രോൾ ഓടുന്ന ഒരു എഞ്ചിൻ ഉണ്ടായിരുന്നു. അതിന്റെ ആ ഒരു എഞ്ചിൻ എടുത്ത് മാറ്റിയ ശേഷം അതിനകത്ത് ഇലക്ട്രിക് മോട്ടോർ വെച്ച് ഒരു ബാറ്ററി പാക്കും വെച്ച ശേഷം അതിനെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ആക്കി മാറ്റിയതാണ്. ബട്ട് അത് നെക്സോൺ EV ഓടിക്കുന്നവർക്കറിയാം അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ സോഫ്റ്റ്വെയർ പ്രോബ്ലംസ്, അതിന്റെ ബാറ്ററി ഫെയിലുവർ, അങ്ങനത്തുള്ള പല പല കാര്യങ്ങളും വരുന്നുണ്ട്. ഞാൻ ആ നെക്സോൺ EV ഇപ്പം കുറ്റം പറയാനും തോന്നുന്നത്, കാരണം അതിന്റെ ഒരു റിഫൈൻഡ് വേർഷൻ ഇപ്പോഴും വന്നിട്ടില്ല. അത് ഓരോ പ്രാവശ്യം അവരിങ്ങനെ പുതിയ വേർഷൻസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നടത്തുന്നതനുസരിച്ച് കാറുകൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. അത് കാരണം കഴിഞ്ഞ 100 വർഷമായിട്ട് നമ്മളിവിടെ പെട്രോൾ കാറുകൾ ഓടിക്കുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ 100 വർഷത്തെ ഇവല്യൂഷന്റെ ഭാഗമായിട്ടാണ് പെട്രോൾ കാറുകൾ ഇന്നത്തെ ഈ ഒരു ക്വാളിറ്റിയിൽ എത്തിയത്. അപ്പൊ നമുക്ക് EVക്കും അതിന് വേണ്ടിയിട്ടുള്ള സമയം എടുക്കും. EV ഇപ്പം ശരിക്കും ഒരു മാസ് മാർക്കറ്റിലൊക്കെ EV ഒക്കെ വന്നിട്ട് ഒരു 20 വർഷം ആവുന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ടെസ്ലയുടെ ഒരു രംഗപ്രവേശനത്തോടു കൂടിയാണ് EV മാർക്കറ്റ് റേസ് ഇത്രയും ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള രീതിയിലോട്ട് വന്നത്. ഇപ്പൊ ആ ഒരു പോയിന്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പെട്രോൾ ബേസ്ഡ് എഞ്ചിൻ ഉണ്ടാക്കുന്ന കമ്പനികളുടെയൊക്കെ ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ആണ് ഇപ്പോ ഈ ഒരു ബില്ലിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ട്രംപ് അതിനെ സപ്പോർട്ട് ചെയ്യാന്നാണ് ട്രംപ് ചെയ്തിട്ടുണ്ട്. കാരണം അമേരിക്കയിലെ ഏറ്റവും വലിയ ഒരു ഇൻഡസ്ട്രിയാണ് ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി. നമുക്ക് എല്ലാവർക്കും അറിയാം, ഫോർഡാണ് ആദ്യത്തെ ജനകീയ കാർ. ഫോർഡ് മോഡൽ T എന്ന് പറയുന്ന ആദ്യത്തെ ജനകീയ കാർ US വരുന്നത്. അതിനുശേഷമാണ് ലോകം മുഴുവൻ കാറുകൾക്ക് ഒരു മാർക്കറ്റ് ഉണ്ടാവുന്നതും അതിന് ബേസ് ചെയ്തിട്ട് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഇവോൾവ് ആവുന്നതും ലക്ഷക്കണക്കിന് അമേരിക്കക്കാർക്ക് അതിനെ തുടർന്ന് ജോലി ലഭിക്കുന്നതും. പക്ഷേ കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് അമേരിക്കയിലെ ഓട്ടോ ഇൻഡസ്ട്രി ഡിക്ലൈനിന്റെ ഭാഗത്താണ്. കാരണം അതിന് പ്രധാനമായിട്ട് രണ്ടുണ്ട്. കാരണം ഒന്നെന്ന് പറയുന്ന അമേരിക്കൻ മോഡൽസിനെ കടത്തിവെട്ടുന്ന രീതിയിൽ ജാപ്പനീസ് മോഡൽസ് US കടന്നു കയറി. എസ്പെഷ്യലി ടൊയോട്ട, ഹോണ്ട പോലുള്ള വെഹിക്കിൾസ് US ഇപ്പം ഏറ്റവും ആൾക്കാർ പ്രിഫർ ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ജർമ്മൻ കാറുകൾക്കും നല്ല ഒരു മാർക്കറ്റ് ഉണ്ട് US. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് എത്രയോ വർഷങ്ങളായിട്ട് ടോപ്പ് നമ്പർ 1 ആയിട്ടിരുന്ന GM, ഫോർഡ് പോലുള്ള കമ്പനികൾ ഇന്ന് സെയിലിൽ ഡിക്ലൈൻ ആയിട്ട് അവരുടെ പ്രോഫിറ്റ് വളരെ കുറയുന്നു. അത് മാത്രമല്ല അവരുടെ EV ബിസിനസ്സുകളിൽ ഭയങ്കര ലോസ് അവർക്ക് ഉണ്ടാവുന്നു. അപ്പൊ ഇതൊക്കെ സംഭവിക്കുമ്പോഴത്തേക്കും
US പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ട്രംപ് എപ്പോഴും നോക്കുന്നത് US ബിസിനസ്സുകൾക്ക് എപ്പോഴും സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു പോയിന്റ് നമ്മൾ കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ EV മാൻഡേറ്റ് എന്നുള്ള റോൾ ബാക്ക് ചെയ്യേണ്ടത് US കമ്പനികളുടെ ഒരു ഭാഗമാണ്. അതായത് ഇതൊരു പ്രോക്സി വാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ICE മാനുഫാക്ചേഴ്സും ഇലക്ട്രിക് കാർ മാനുഫാക്ചേഴ്സും തമ്മിലുള്ള ഒരു പ്രോക്സി വാർ ആയിരിക്കണം ഇതെന്ന് വേണം നമുക്ക് പറയാനുള്ളത്. പിന്നെ ആ ബില്ലിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഈ ബില്ല് പ്രധാനമായിട്ടും ഒരു $7,500 ഫെഡറൽ ടാക്സ് കട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ന്യൂ EVസിന് 2032 ഡിസംബർ 31 വരെ. ആ ഒരു ടാക്സ് കട്ട് ഒഴിവാക്കും. അത് 2025 ഡിസംബറിൽ തന്നെ അത് നിർത്തും. അപ്പം EVക്ക് ശരിക്കും വില കൂടും. ഇപ്പൊ ഒരു കനേഡിയൻ കോണ്ടെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ പല പ്രൊവിൻസുകളും ഒരു $5,000 മുതൽ $10,000 വരെ റിബേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കാറുകൾക്ക്. പക്ഷെ അതിപ്പം പല പ്രൊവിൻസുകളും അത് ഫേസ്ഡ് ഔട്ട് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫെഡറൽ ടാക്സ് ക്രെഡിറ്റുകളും ഇവിടെ ലഭിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കാരണം ഒരു EV ഒക്കെ ഒരു $60,000-70,000 ഒക്കെ ഉള്ള ഒരു EV വാങ്ങിക്കുമ്പോൾ നമുക്ക് ഒരു $10,000 ഒക്കെ കുറച്ച് കിട്ടുമായിരുന്നു. എന്നിരുന്നാൽ പോലും നോർമൽ ആയിട്ടുള്ള കാറുകളുടെ വിലയിലോട്ട് അത് വന്നിട്ടില്ല. അപ്പൊ ഒരു ടെസ്ല മോഡൽ 3 ഒക്കെ ഇപ്പം കാനഡയിലൊക്കെ വാങ്ങിക്കണം എന്നുണ്ട് ഒരു $50,000 കനേഡിയൻ ഡോളർ എങ്കിലും മിനിമം നമുക്ക് ആവശ്യം വേണ്ടി വരും. പക്ഷെ നമുക്കൊരു അത് വെച്ച് നോക്കുമ്പോൾ ഒരു നോർമൽ സാധാരണ ഒരു കാർ വാങ്ങിക്കാൻ ഒരു $30,000 വരുന്നുള്ളൂ. പിന്നെ ഈ ടാക്സ് കട്ടും മറ്റുള്ള സംഭവങ്ങളൊക്കെ വെച്ച് ഒരു $10,000 കുറച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇതിന്റെ ആ ഒരു ഫ്യൂവലിന്റെ ആ ഒരു കോസ്റ്റ് ലാഭിക്കാന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ പല ആൾക്കാരും EVയിലോട്ട് അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് കാനഡ പോലുള്ള ഇത്രയും ഒരു തണുപ്പ് കൂടിയ ഒരു അല്ലെങ്കിൽ വിന്റർ ഹാർഷ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് EVകളുടെ ഒരു പ്രൊഡക്ഷൻ ക്ഷമതയൊക്കെ ഇനി നമുക്ക് കാത്തിരുന്ന് മാത്രമേ കാണാൻ പറ്റൂ. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് ഈ ഇൻസെന്റീവ്സ് കൊടുത്ത് ഗവൺമെന്റ് പുഷ് ചെയ്യുക എന്നുള്ള ആ ഒരു അജണ്ട ട്രംപ് അവസാനിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ $250 ആനുവൽ ഫെഡറൽ ഫീ എല്ലാ ഇലക്ട്രിക് വെഹിക്കിൾസിനും $250 ആനുവൽ ഫെഡറൽ ഫീ ചാർജ് ചെയ്യണമെന്നും ആ ബില്ലിനകത്തുണ്ട്. അതുപോലെ തന്നെ $100 ഹൈബ്രിഡ് വെഹിക്കിൾസിനും ചാർജ് ചെയ്യണം. അതായത് ഒരു ബാറ്ററി പാക്കും പെട്രോളിലും ഓടുന്ന ഹൈബ്രിഡ് വെഹിക്കിൾസിന് ഒരു $100 ചാർജ് ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഒരു പെട്രോൾ ലാഭിച്ചുണ്ടാവുന്ന ആ ഒരു ഗുണം EV വാങ്ങിക്കുന്നവർക്ക് ഇല്ലാതാവും. അപ്പം പെട്രോൾ കാറും EV മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരേപോലെ ആവും എന്നുള്ള രീതി വരുമ്പോഴത്തേക്ക് ആൾക്കാർ വീണ്ടും പെട്രോൾ കാറിലേക്ക് കടന്നു പോകും. പിന്നെ അത് മാത്രമല്ല EVകളെ ചാർജ് ചെയ്യാൻ നമുക്ക് കൂടുതൽ സമയം എടുക്കുമെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ടെസ്ലയുടെ സൂപ്പർ ചാർജർ ഒക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ അത് ചാർജ് ചെയ്യേണ്ടി മിനിമം വരും. ഒരു 60% വരെയൊക്കെ ചാർജ് കിട്ടാൻ വേണ്ടി. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിന് ബേസ് ചെയ്തിട്ടുള്ള ബിസിനസ്സുകൾക്കും ഇവിടെ ദോഷകരമായിട്ട് സംഭവിക്കും. കാരണം ടെസ്ലയുടെ സൂപ്പർ ചാർജർ വെച്ച് മറ്റുള്ള ഇലക്ട്രിക് കാറുകളും ചാർജ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. അപ്പൊ ടെസ്ലയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാർ മാനുഫാക്ചറിന്റെ കടക്കിൽ ഒരു കത്തിവെപ്പായി പോകും ട്രംപിന്റെ ഈ ഒരു നീക്കം എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം പെട്ടെന്ന് എടുത്തടിച്ച പോലെ ഇപ്പം പ്രതികരിച്ചതെന്ന് വേണം നമുക്ക് ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ബില്ലിനകത്തോട്ട് കടന്നുപോയി കഴിഞ്ഞാൽ. അതായത് ഇതിനു മുന്നേ ബൈഡൻ ഇരുന്നിരുന്ന അതിനകത്തൊരു പേഴ്സണൽ ലെയർ കൂടി ഉണ്ടെന്നാണ് ജഗത്ത് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ജഗത്ത് എനിക്ക് ചോദ്യം ഉണ്ട്. അതായത് എങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ഇനിയുള്ളൊരു ഫ്യൂച്ചർ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മസ്ക് ആൻഡ് ട്രംപ് എന്നൊരു ക്വസ്റ്റ്യൻ കൂടി ബാക്കിയല്ലേ? ട്രംപ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ചെയ്യുന്നത്. കാരണം ഈ മസ്കും ട്രംപും തമ്മിൽ യോജിക്കുന്ന സമയത്ത് പോലും എനിക്ക് ഇപ്പൊ എന്റെ പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഇവരുടെ രണ്ടുപേരുടെയും ബിസിനസ് ഐഡിയോളജികൾ രണ്ടാണ്. കൺസർവേറ്റീവ് പക്ഷത്ത് നിൽക്കുന്ന റിപ്പബ്ലിക്കൻസും മസ്ക് ലിബറൽ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ EV ക്ലൈമറ്റ് ആക്ഷൻ അങ്ങനത്തെ ഉള്ള സംഭവങ്ങള് കാർബൺ എമിഷൻ കാർബൺ ടാക്സ് ഒക്കെ ഉള്ളത് ലിബറൽസിന്റെ ഒരു അജണ്ടയാണ്. അപ്പൊ ആ അജണ്ടയില് ഭാഗത്ത് അല്ലെ ആ അജണ്ട പുഷ് ചെയ്യാൻ നിൽക്കുന്ന മസ്കും തമ്മിൽ എത്ര നാൾ മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളത് അവരൊരുമിച്ച് പോകുന്ന സമയത്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിരുന്ന് പറഞ്ഞിട്ട് അവസാനം കമന്റ് ബോക്സിൽ തെറിവിളി കേൾക്കുന്നതിനെക്കാട്ടിൽ ഇതൊന്ന് ഇറക്റ്റ് ആയ ശേഷം അതിനെപ്പറ്റി വിശദമായിട്ട് സംസാരിക്കാന്നുള്ളതായിരുന്നു എന്റെ ഒരു ഐഡിയ. ബട്ട് പേഴ്സണലി എനിക്കൊരു കൺസർവേറ്റീവ് വ്യൂ ആണ് ഈ കാര്യത്തിലുള്ളത്. കാരണം ഇലക്ട്രിക് വെഹിക്കിൾസ് ഇവോൾവ് ആവുന്നതേ ഉള്ളൂ. അതിനാൽ നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് ഇപ്പൊ ആൾക്കാർക്ക് ഇപ്പൊ ഇലക്ട്രിക് വെഹിക്കിൾ വേണം, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്യൂവൽ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പൈസ ലാഭിക്കാൻ അല്ലെങ്കിൽ പെട്രോൾ അടിച്ച് മുടിയുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇപ്പൊ ഹൈബ്രിഡ് വെഹിക്കിൾസ് വാങ്ങിക്കാം. കാരണം ഹൈബ്രിഡ് വെഹിക്കിൾസ് ഇപ്പൊ കുറച്ചുകൂടി ഇവോൾവ്ഡ് ആയിട്ടുണ്ട്.
നല്ല അതായത് ഹൈബ്രിഡ് വെഹിക്കിൾസ് തന്നെ രണ്ട് രീതിയിലുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾസ് ഉണ്ട്. അതായത് നമ്മളൊന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി ഇട്ട് കഴിഞ്ഞാൽ അതിലൊരു ബാറ്ററി പാക്ക് ഉണ്ട്. അതൊരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ഇലക്ട്രിക്കിൽ തന്നെ ഒരു 100 കിലോമീറ്റർ വരെയൊക്കെ ഓടുന്ന കാറുകളുണ്ട്. അതിനുശേഷം ഇലക്ട്രിസിറ്റി തീരുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു കോമ്പിനേഷനിൽ ഇലക്ട്രിക് ആൻഡ് പെട്രോളിന്റെ ഒരു കോമ്പിനേഷനിൽ ഇത് നല്ല റേഞ്ച് തരും ഇങ്ങനത്തുള്ള വെഹിക്കിൾസ്. അത് നല്ല എക്കണോമിക്കൽ ആയിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡിലൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല കാറുകൾ ഒരു 2 ലിറ്റർ എഞ്ചിനൊക്കെ ഉള്ള ഒരു വലിയ കാറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 20 കിലോമീറ്റർ വരെയൊക്കെ മൈലേജ് കിട്ടും. ഇലക്ട്രിക് പ്ലഗ് ഇൻ ഇലക്ട്രിക് ഹൈബ്രിഡ് വെഹിക്കിൾസ് ആണ്. അതിന് മേളിലും മൈലേജ് കിട്ടുന്ന വെഹിക്കിൾസ് ഉണ്ട്. പിന്നെ നോർമൽ ഹൈബ്രിഡ് വെഹിക്കിൾസ് ഉണ്ട്. അതിന് വലിയ വിലയൊന്നും ആകത്തില്ല. സാധാരണ വണ്ടി എടുക്കുന്നതിനെക്കാട്ടി ഒരു $2000-3000 അഡീഷണൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ഹൈബ്രിഡ് വെഹിക്കിൾസ് കിട്ടും. അതിനും നല്ല അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള മൈലേജ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഉള്ള ടെക്നോളജി ഇവിടെ അവൈലബിൾ ആണ്. അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ടെക്നോളജി അവൈലബിൾ ആണ്. ടൊയോട്ട, ഹുണ്ടായി, കിയായ്ക്കൊക്കെ അത്യാവശ്യം നല്ല ഹൈബ്രിഡ് വെഹിക്കിൾസ് ഇപ്പോൾ ഉണ്ട്. പക്ഷെ അവരൊക്കെ ബാറ്ററി വെഹിക്കിൾസ് ഇറക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ അത്രത്തോളം വിജയിക്കുന്നു. മസ്കിന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ ഈ മാനുഫാക്ചേഴ്സിനൊന്നും പറ്റുന്നില്ല എന്നുള്ള ഒരു പരമാർത്ഥം തന്നെയാണ്. അവരുടെയൊക്കെ മോഡൽസ് ഉണ്ടെങ്കിലും അതിനൊന്നും മാർക്കറ്റിൽ ടെസ്ലയുടെ പോലത്തുള്ള ഒരു വാല്യൂ അല്ലെന്നുണ്ടെങ്കിൽ അതിനൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഇവർ ആർക്കും പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തില് ഈ ഒരു ആൾക്കാർ, അതായത് അമേരിക്കയിലുള്ള ഇപ്പോഴത്തെ കൺസ്യൂമേഴ്സിന് ഒരു ലാഭം എന്ന് വേണം നമുക്കിപ്പോ കണക്കാക്കാൻ. കാരണം ഈ ഒരു വെഹിക്കിൾസിന് കൂടുതൽ ഇൻസെന്റീവ്സ് കൊടുക്കാനും അല്ലെ വില കുറയ്ക്കാനും ഒക്കെ ആൾക്കാർ ശ്രമിക്കും ആത്യന്തികമായിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് കസ്റ്റമേഴ്സിന് കൂടുതൽ ഓപ്ഷൻസ് കിട്ടും മാർക്കറ്റിൽ ഹൈബ്രിഡ് വെഹിക്കിൾസിന്റെ. കാരണം ഹൈബ്രിഡ് വെഹിക്കിൾസിനോട് ട്രംപിന് വലിയ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നിരുന്നാലും അദ്ദേഹം $100 ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഇനിയിപ്പം ഈ ഒരു ഇത്രയും ഒരു ഫ്യൂഡ് ഉണ്ടായ ഒരു സ്ഥിതിക്ക് ഇനിയിപ്പോ റിപ്പബ്ലിക്കൻസും എല്ലാവരോട് ചേർന്ന ശേഷം ഒരു ഡിസിഷൻ എടുക്കാൻ മാത്രമേ പറ്റൂ. കാരണം ഇതൊരു വലിയൊരു പോളിസി ഇംപ്ലിക്കേഷൻ ഉള്ള ഒരു വിഷയമാണ്. ബട്ട് സ്റ്റിൽ ഞാൻ വിശ്വസിക്കുന്നു ട്രംപ് ഇത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരുന്നു. മസ്കിന് ഇപ്പൊ ട്രിഗർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഈ അമേരിക്കയിലെ മാനുഫാക്ചറിങ് കൂട്ടുക, അമേരിക്കയിലുള്ള ഈ ലെഗസി മാനുഫാക്ചേഴ്സിന്റെ ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യുക എന്നുള്ളത് ട്രംപിന്റെ ഒരു വലിയ ഇത് തന്നെ ആയിരുന്നു. കാരണം അവരൊക്കെ തന്നെ ആയിരിക്കണം ട്രംപിന്റെ ഏറ്റവും വലിയ ഡോണേഴ്സും ട്രംപിന്റെ സുഹൃത്തുക്കളും ഒബ്വിയസ്ലി ബിസിനസ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്. അപ്പം മസ്ക് ഒരു സൈഡിൽ മാത്രം നിൽക്കുമ്പോൾ GM-ഉം ഷെവർലയും അല്ല ജാപ്പനീസ് മാനുഫാക്ചർ ഹോണ്ട, നിസാൻ തുടങ്ങിയ വലിയ കമ്പനികൾ ഒരു സൈഡിൽ നിൽക്കുമ്പോഴത്തേക്ക് അതൊരു വലിയൊരു ടഗ് ഓഫ് വാർ തന്നെയാണ് ഇവിടെ നടക്കുന്നതെന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് മാത്രമല്ല പല ലെഗസി മാനുഫാക്ചേഴ്സ് എസ്പെഷ്യലി ഫോക്സ് വാഗൺ, പിന്നെ നിസാൻ, മിസ്റ്റിബുഷി തുടങ്ങിയ പല കമ്പനികളും ഇന്ന് എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് തന്നെയാണ്. അവരുടെയൊക്കെ സെയിൽസ് ഒത്തിരി ഡിക്ലൈൻ ആവുന്നുണ്ട്. നിസാനും ഹോണ്ടയായിട്ട് മെർജർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടോക്ക് നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഡ്രോപ്പ് ആയിപ്പോയി. അത് നിസാന്റെ ഒത്തിരിയും ഷോറൂമുകൾ ഷട്ട് ഡൗൺ ആവുന്നുണ്ട്. അവരുടെ വെഹിക്കിൾ സെയിൽസ് എല്ലാം ഒത്തിരി കുറഞ്ഞ് വരികയാണ്. അവർ ഒത്തിരി ഡിസ്കൗണ്ട് കൊടുത്ത് പിടിച്ചിരിക്കുന്നുണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് ഇനി ഒത്തിരി നാൾ അവർ മുന്നോട്ട് പോകുന്നുള്ള. നിസാൻ ആണെങ്കിൽ ഒരു വലിയ ഹൈബ്രിഡ് വെഹിക്കിളിന്റെ ഒരു ലൈനപ്പ് ഒന്നും വന്നിട്ടില്ല ഇവിടെ നോർത്ത് അമേരിക്കയിൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ പല റെപ്യൂട്ടഡ് ആയിട്ടുള്ള മാനുഫാക്ചേഴ്സിന്റെയും കഥ കഴിയുന്ന ഒരു അവസരം വരുമ്പോഴത്തേക്ക് ട്രംപ് ഇതിനകത്ത് ഇടപെട്ട ശേഷം ഈ മാർക്കറ്റിനെ എങ്ങനെയെങ്കിലും കുറച്ചാൾ പിടിച്ചു നിർത്താം എന്നാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല ഇപ്പൊ നമ്മളിപ്പോ ഒരു നിഷ്പക്ഷമായിട്ട് നമ്മൾ നിരീക്ഷിക്കുകയാണെന്നുണ്ടല്ലോ, മാർക്കറ്റിൽ ഗവൺമെന്റ് പൈസ അങ്ങോട്ട് കൊടുത്ത് ഇലക്ട്രിക് വെഹിക്കിൾ സ്പോൺസർ ചെയ്യേണ്ട കാര്യമില്ല. ഗവൺമെന്റ് കൊടുക്കുന്ന പൈസ എന്ന് വെച്ചാൽ നമ്മുടെ ടാക്സ് മണിയാണ്. ഞാൻ കൂടെ പേ ചെയ്യുന്ന ടാക്സ് ആണ് ഈ ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങിക്കുന്നവർക്ക് നമ്മളെടുത്ത് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ പെട്രോൾ അടിക്കുമ്പോൾ എനിക്ക് കാർബൺ ടാക്സ് ചാർജ് ചെയ്ത ശേഷം അതിൽ നിന്ന് ഒരു റിബേറ്റിന് എന്ന് പറഞ്ഞിട്ട് ഇലക്ട്രിക് വെഹിക്കിൾ എടുത്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കത് ഒരു ബുദ്ധിമുട്ടാവത്തില്ല. ഒരു വോട്ടർ എന്നുള്ള രീതിയിൽ ഇപ്പം മാർക്കാറിന് ഇവിടെ അധികാരത്തിൽ വന്ന ശേഷം അദ്ദേഹം ആദ്യം ചെയ്യുന്ന വെച്ചാൽ കാർബൺ ടാക്സ് എടുത്ത് കളയുകയാണ് ചെയ്തത് ഈ പെട്രോളിന്റെ പുറത്തുള്ള. അന്ന് പെട്രോളിന് വില കുറഞ്ഞു. പക്ഷെ അപ്പൊ അടുത്ത സൈഡിൽ സംഭവിക്കുന്ന വെച്ചാൽ EV-യുടെ റിബേറ്റ് പോകും. അപ്പം EV വേണ്ടുന്നവര് EV വാങ്ങിച്ചോട്ടെ. പക്ഷെ അത് നമുക്ക് ഇപ്പം EV വാങ്ങിക്കൂ എന്ന് പറഞ്ഞിട്ട് അവർ 10,000 ഞാൻ തരാം, നീ EV വാങ്ങിച്ചോ എന്ന് പറഞ്ഞു അത് ശരിയല്ല. അത് മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യണം. മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് തിരിച്ചടിക്കുന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പൊ ട്രംപ് മസ്കും തമ്മിൽ നടന്ന ഈ ഫ്യൂഡ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെ നമ്മൾ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരുന്ന 2 പേർ അടിച്ചു പിഴിഞ്ഞിരിക്കുന്നു എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അതിൽ ബാക്കിയുള്ള ഘട്ടങ്ങളിൽ ഇനി എന്ത് സംഭവിക്കും? കാര്യം ശത്രുക്കളില്ല സ്ഥിരമായി പൊളിറ്റിക്സിൽ എന്നുള്ളിടത്ത് നാളെയും ഇവർ ഒത്തുപോകാൻ സാധ്യതയുണ്ട്. എന്തായാലും വളരെ ഇൻഫോർമേറ്റീവ്. സത്യത്തിൽ ഇങ്ങനത്തെ ഒരു വിഷയങ്ങളിൽ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് അടിസ്ഥാന പ്രശ്നമെന്ന് ഇതുവരെയും ഒരു മാധ്യമത്തിലും വന്നിരുന്ന ഒരാൾ സംസാരിച്ചിട്ടില്ല. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. താങ്ക് യു ജഗൻ. താങ്ക് യു.